ബിരുദുള്ള ചെന്നായയും പിന്നെ മടിയനായ കുറുക്കനും. ഒരു കാട്ടിൽ ചെന്നായും ചെന്നായയുടെ ഭർത്താവായ കുറുക്കനും താമസിച്ചിരുന്നു. ചെന്നായാണെങ്കിൽ ബിരുദുള്ളതും നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. എന്നാൽ നമ്മുടെ കുറുക്കനാണെങ്കിൽ ഒന്ന് നേരെ തിരിച്ച്. അതേന്നേ, ഒന്ന് എണീറ്റ്, നിങ്ങൾ എത്ര നേരമായി ഉറങ്ങുന്നു? അവൾ അവനെ അലക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ട് അവൻ എണീറ്റില്ല. അതേ, നമുക്ക് ആഹാരം നോക്കാനും പോവണ്ടേ പുറത്തോട്ട്? നിങ്ങളൊന്ന് എണീക്കാത്ത എന്താ? നീ എന്താണ് പറയുന്നത്? അവൻ എണീറ്റപടിയെ ശ്വാസം മുട്ടി പറഞ്ഞു, എനിക്ക് വിശ്രമം വളരെ അത്യാവശ്യമാണ്. കണ്ടില്ലേ ഞാൻ എത്ര ക്ഷീണിതനാണെന്ന്. സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കുറെ മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനത്തെ തളർച്ചയാണ്? ഉറങ്ങിയിരുന്നു, എന്നാൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാൻ തുടർച്ചയായി 2 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വീണ്ടും കണ്ണടച്ച് വിശ്രമിക്കാൻ തുടങ്ങി. ചെന്നായാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടി പുറത്തോട്ട് പോയി. വൈകുന്നേരം ആയപ്പോ അവള് തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, എപ്പോഴെങ്കിലും ഒന്ന് എണീക്കോ, ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണോ? കുറുക്കന്റെ മൂക്കില് മാംസത്തിന്റെ മണം വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, അവൻ ഞെട്ടി അങ്ങ് എണീറ്റു. തരൂ തരൂ, എവിടെയാണ് ഭക്ഷണം? പെട്ടെന്ന് തരൂ. ഇത് കേട്ടതോടെ ചെന്നായ വലിയൊരു കഷ്ണം മാംസം എടുത്ത് അവിടെ എറിഞ്ഞു കൊടുത്തു. അതവള് വേട്ടയാടി കൊണ്ടുവന്നതായിരുന്നു. രണ്ടുപേരും അത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. വാ, എന്ത് നല്ല രുചിയുണ്ടെന്നോ, നല്ല രസം. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെന്നായ പറഞ്ഞു, വരൂ ഇനി കുറച്ചേരം നടക്കുന്നേ, രാവിലെ തൊട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. അയ്യോ, നീ കണ്ടില്ലേ ഞാൻ എത്രത്തോളം മാംസം കഴിച്ചെന്ന്? ഇത്രയും കഴിക്കാൻ എന്ത് കഷ്ടപ്പാടാണെന്നോ. ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്കിപ്പോൾ വിശ്രമം അത്യാവശ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഇറങ്ങി. എന്റെ ദൈവമേ, ഇത് എങ്ങനത്തെ കെട്ടിയനോ എനിക്ക് കിട്ടിയത്? ജോലി ചെയ്യുന്നത് പോയിട്ടൊന്ന് എണീക്കുന്നത് പോലുമില്ല. എന്റെ തലയെഴുത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുരങ്ങൻ സ്വാമി അവരുടെ വീട്ടിലോട്ട് വന്നു. ഭിക്ഷ തരൂ ദേവി, എനിക്ക് ഭിക്ഷ തരൂ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ രണ്ടുപേരും ഉറക്കത്തിൽ നിന്ന് എണീറ്റു. നിങ്ങളെ കണ്ടിട്ട് വലിയ മഹാസ്വാമിയെന്ന് തോന്നുള്ളൂ. വരൂ, അകത്തോട്ട് വരൂ, സ്വാമി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നായ കൊരങ്ങൻ സ്വാമിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, സ്വാമി ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം നോക്കിയിട്ട് വരാമേ. ഇത് പറഞ്ഞിട്ട് ചെന്നായ അവിടെ നിന്ന് അങ്ങ് പോയി. കുറുക്കനാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മുടെ ഈ സ്വാമിയോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെന്നായ പഴം, മാങ്ങ, മുന്തിരിങ്ങ എല്ലാം കൊണ്ടുവന്നു. ഇത് നോക്കൂ കുരങ്ങൻ സ്വാമി, ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായും മോളെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. കൊരങ്ങനാണെങ്കിൽ കൊതിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് നിന്ന് പറഞ്ഞു, വളരെ നല്ല ഭക്ഷണമായിരുന്നു മോളെ. എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ തീർച്ചയായും മോളെ ഓർക്കുന്നതാണ്. ഞാനിപ്പോൾ പോവുകയാണ്. അതെ അതെ, അങ്ങനെ പോവല്ലേ ഗുരുജി, അങ്ങൊരു സിദ്ധനല്ലേ. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് അങ്ങ് പൊക്കോളൂ. ഞങ്ങൾക്കൊരു നല്ല വരം തരൂ. തീർച്ചയായും, പറഞ്ഞോളൂ, എന്തു വരമാണ് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും ജോലി എടുക്കാതെ കഴിയണം. അത് മതി. വീട്ടിൽ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് ഒരു കുറവും വരരുത്. തീർച്ചയായും മോനെ, ഞാൻ നിനക്ക് വരം നൽകുകയാണ്. നിന്റെ ഈ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നിറവേറുന്നതാണ്. ഞാൻ പോകട്ടെ. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കൊരങ്ങൻ സ്വാമി അവിടെ നിന്ന് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പുക പോലെ എന്തൊക്കെ വരാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ പേടിപ്പിക്കുന്ന ഒരു കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. രക്ഷിക്കണേ, യമരാജനിതാ വന്നിരിക്കുന്നു. ഞാൻ യമരാജനല്ല, ഞാൻ കുരങ്ങുമുനിയുടെ വരദാനം നിറവേറ്റിത്തരാൻ വന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. അത് കൊള്ളാലോ, ഇനി നല്ല രസമായിരിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരു ജോലി തീരുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് അടുത്ത ജോലി ഏൽപ്പിച്ചു തരേണ്ടതാണ്. ഇനിയെങ്ങാനും നിങ്ങൾക്കെനിക്ക് ജോലി തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് പപ്പടമാക്കും. അതെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് പണിയാവും കേട്ടോ. നീയൊന്ന് ചുമ്മാതിരുന്നേ, ഞാൻ കൂടെ അവനെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞിട്ട് കുറുക്കൻ കരടിയോട് പറഞ്ഞു, ചെന്ന് എനിക്ക് വേണ്ടി സിംഹത്തിന്റെ മാംസം കൊണ്ടുവാ. വളരെ പുതിയതായിരിക്കണം. ഇത് കേട്ടതോടെ അവൻ അവിടുന്ന് പ്രത്യക്ഷമായി.
കുറച്ചു നേരം കഴിഞ്ഞപ്പോ തന്നെ സിംഹത്തിന്റെ ഒരുപാട് മാംസങ്ങൾ കൊണ്ടുവന്നു. കൊള്ളാലോ, പുതിയ മാംസം കഴിച്ചതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റെന്തെങ്കിലും ജോലി തരൂ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയില്ലേ? അതെ, ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യേ. ഈ കാട്ടിൽ എനിക്ക് 3 ശത്രുക്കളുണ്ട്. ആനയും മാനും പിന്നെ ഹൈനയും. നീ പോയി അവരെ എല്ലാവരെയും വേദനിപ്പിക്ക്. അപ്പൊ അവരവരുടെ മുത്തശ്ശിയെ ഓർത്തോളും. ഇത് കേട്ടതോടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. ചെന്നായയും കുറുക്കനും കൂടെ മാംസം കഴിക്കുന്നതിൽ തിരക്കിലായി. അവരിപ്പോ പാതി മാംസമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രാക്ഷസൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു. എനിക്കിനി പുതിയൊരു ജോലി തരൂ. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, വേണ്ട, എന്റെ കയ്യിൽ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, കേക്കൂ. കുറുക്കനാണെങ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾ അവന് കൊടുക്കാൻ തുടങ്ങി. ആ കാട് മുഴുവൻ വൃത്തിയാക്കിപ്പിച്ചു. തടസ്സമുണ്ടായിരുന്ന മരങ്ങളെ വരെ അവിടുന്ന് വെട്ടിമുറിപ്പിച്ചു. വെള്ളത്തിലുണ്ടായിരുന്ന അഴുക്ക് വരെ വറ്റിച്ചു. ഇത് കൂടാണ്ട് ഒരുപാട് ജോലികൾ അവന് കൊടുത്തുകൊണ്ടേയിരുന്നു. അയ്യോ, ഞാനിത് എന്ത് കഷ്ടത്തിലാ പെട്ടിരിക്കുന്നത്. ഞാൻ അവനെ ഗുഹ വൃത്തിയാക്കാൻ വേണ്ടി അയച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ അവൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ജോലിയില്ല. മിക്കവാറും ഞാൻ ഇന്ന് അവന്റെ തല്ല് കൊള്ളേണ്ടി വരും. ഞാനിനി അവന് ജോലി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തല്ലി പഴുപ്പിക്കും. ഇതെല്ലാം പ്രശ്നം പറ്റിയത് നിങ്ങളുടെ ഈ മടി കാരണം തന്നെയാ. പാവമ്മ കൊരങ്ങൻ സ്വാമി നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഇത്തിരി ആഹാരത്തിന് വേണ്ടിയാ. നിങ്ങൾ മനഃപൂർവ്വമാണ് അങ്ങേരിൽ നിന്ന് പിടിച്ചു വാങ്ങി ഈ വരം മേടിച്ചത്. അയ്യോ, എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായെന്നേ. അവൻ എന്നെ തല്ലും. ഞാൻ ചാവുന്നത് വരെ അവൻ ഇനി വിശ്രമം ഉണ്ടാവില്ല. നിങ്ങൾ എനിക്ക് ഇനി വാക്ക് തരണം. ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ മടിയനായിട്ട് ഇരിക്കില്ല എന്ന്. എന്നും കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ വേട്ടയാടാൻ വരുന്നു. രാത്രി മാത്രമേ നിങ്ങൾ ഇനി ഉറങ്ങാൻ പാടുള്ളൂ. ഞാൻ എന്തായാലും നിനക്ക് വാക്ക് തരുന്നു. പക്ഷെ അതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? അവൻ തിരിച്ചു വന്നാലുടൻ എന്നെ തല്ലാൻ തുടങ്ങും. ജീവൻ ബാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് വാഗ്ദാനമാണ്? അതിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ചെന്തായാലും ഇരിക്കണ്ട. ഇന്ന് ഞാൻ അവന് ജോലി കൊടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗുഹ വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയാക്കി. ഇനി പറയൂ, എന്റെ അടുത്ത ജോലി എന്താണ്? ഇപ്രാവശ്യം ഞാൻ നിനക്ക് ജോലി തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഈ കാടിന്റെ അകത്തോ ഒരു വലിയ നദിയുണ്ട്. അതിന്റെ അകത്ത് എത്ര മീനുണ്ടെന്ന് നീ എണ്ണി ഞങ്ങളുടെ അടുത്ത് പറയണം. ദൈവമേ, മീനിനെ എണ്ണാനോ? അതെ, പെട്ടെന്നാവട്ടെ, പോയി ജോലി തുടങ്ങ്. എണ്ണുന്ന കാര്യത്തിൽ ഒരു തെറ്റും പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാണ്. ശരി, ഞാൻ പോയിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് നമ്മുടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. നിനക്ക് ഉറപ്പുണ്ടോ അവൻ ഈ ജോലി പൂർത്തിയാക്കില്ലെന്നുള്ളത്? ഉറപ്പല്ലേ, അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. രാക്ഷസനായ കരടി നദിയിലിറങ്ങി മീനുകളുടെ എണ്ണം നോക്കാൻ തുടങ്ങി. മീനുകളാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനും തുടങ്ങി. ചില മീനുകളെ കാണുമ്പോൾ ഒരുപോലെ തോന്നുകയും ചെയ്യും. അയ്യോ, ഈ ജോലി വളരെ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്തു ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ആ മീൻ എണ്ണുന്ന ജോലി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ കുറുക്കന്റെ സ്വഭാവം മാറിത്തുടങ്ങി. അവൻ അവന്റെ മടിയനായ സ്വഭാവം മാറ്റി. ചെന്നായ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അവനും ജോലി ചെയ്യാൻ തുടങ്ങി. രാക്ഷസൻ കരടിയാണെങ്കിൽ ഇപ്പോഴും നദിയിൽ തന്നെ മീനുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അതിൽ വിജയിക്കാൻ പറ്റത്തില്ല.